വനിതാ സംവരണ ഭേദഗതി ബില്ലിന്റെ ലോക്സഭയിലെ പരാജയത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി. ബില്ലിനെ എതിർത്ത പ്രതിപക്ഷത്തിന് ശിക്ഷ ലഭിക്കും. സ്ത്രീകൾ ഈ അപമാനത്തിന് മാപ്പ് നൽകില്ല. ഭ്രൂണഹത്യയാണ് കോൺഗ്രസും DMKയും തൃണമൂലും അടക്കമുള്ള പാർട്ടികൾ നടത്തിയത്. ഒന്നും തട്ടിയെടുക്കാനല്ല ബില്ല് കൊണ്ടുവന്നത്, സ്ത്രീകൾക്ക് എന്തെങ്കിലും നൽകാനായിരുന്നു. ബില്ല് പാസാക്കാൻ കഴിയാത്തതിൽ സ്ത്രീകളോട് മാപ്പ് ചോദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. नारी शक्ति वंदन अधिनियम में संशोधन नहीं हो पाया और मैं इसके लिए सभी माताओं बहनों उनसे मैं क्षमा प्रार्थी हूं. कांग्रेस, DMK, TMC और समाजवादी पार्टी जैसे दलों की स्वार्थी राजनीति का नुकसान देश की नारी शक्ति को उठाना पड़ा है. साथियों, कल देश की करोड़ों महिलाओं की नजर संसद पर थी. देश की नारी शक्ति देख रही थी. मुझे भी ये देखकर बहुत दुख हुआ. വിവരങ്ങളുമായി KJ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഈ ഒരു വനിതാ സംവരണ ഭേദഗതി ബില്ല് ലോക്സഭയിൽ പരാജയപ്പെട്ടതിന് തൊട്ടുപിന്നാലെയാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ഇതിലും പ്രധാനമായും ഈ ഒരു ബില്ലിനെ പറ്റി തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അല്പസമയം മുൻപായിരുന്നു നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. കടുത്ത വിമർശനം തന്നെയായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് വനിതാ ബില്ലുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം സംസാരിക്കാനെത്തിയത്. വനിതാ ബില്ലിനെ പ്രതിപക്ഷ പാർട്ടികൾ പരാജയപ്പെടുത്തു. അത് കടുത്ത ഭാഷയിലേക്ക് പോകുന്ന ഒരു രീതിയായിരുന്നു നരേന്ദ്രമോദി സ്വീകരിച്ചത്. ഭ്രൂണഹത്യ തന്നെ കോൺഗ്രസ് നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ SP, DMK, TMC അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെയും വിമർശിച്ചു. ഇത് രാജ്യത്തെ സ്ത്രീകൾ ഇതിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വരുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ വനിതാ ബില്ല് പാസ്സാക്കാത്തതിൽ ക്ഷമ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ ഈ കുടുംബ പാർട്ടികളാണ് ഈ ബില്ല് പരാജയപ്പെട്ടപ്പോൾ കൈയടിച്ചതെന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ കൈയടിച്ചത് സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റും എന്നും സ്ത്രീകൾ ഈ അപമാനത്തിന് മാപ്പ് നൽകില്ലെന്നും നരേന്ദ്രമോദി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ബില്ല് പാസ്സായില്ല, 60% വോട്ടോടുകൂടി തന്നെ പാസ്സായില്ല. പക്ഷേ രാജ്യത്തെ സ്ത്രീകളുടെയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെയും 100% പിന്തുണ തനിക്കും ഈ ബില്ലിനും ഉള്ളതായും അദ്ദേഹം പറയുന്നു. നാം ഇതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം നരേന്ദ്രമോദി പേരെടുത്തു തന്നെ ഈ 4 പാർട്ടികളെയാണ് വിമർശിച്ചിരിക്കുന്നത്. കോൺഗ്രസ്, അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ്, DMK, SP. പ്രത്യേകിച്ച് ഇതിൽ 2 പാർട്ടികൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മത്സരത്തിൽ നിൽക്കുന്ന 2 പാർട്ടികളാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും അതോടൊപ്പം തന്നെ ബംഗാളിലും ഈ 2 തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നരേന്ദ്രമോദി രംഗത്ത് വന്നെന്ന് മുൻപ് തന്നെ വിമർശനമുണ്ടായിരുന്നു. അതിനെ സാധൂകരിക്കുന്നതാണോ ഇന്നത്തെ ഈ അഭിസംബോധനയെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ 2 സംസ്ഥാനങ്ങളിലും തമിഴ്നാടായാലും അതോടൊപ്പം തന്നെ ബംഗാളായാലും വനിതാ വോട്ടർമാർക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ളതാണ്. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം മമതാ ബാനർജിയുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് തന്നെ വനിതകളാണ്. അപ്പോൾ ഈ വനിതകളെ ലക്ഷ്യമിട്ടാണോ എന്നും ഈ അഭിസംബോധന സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും 23-നും അതോടൊപ്പം തന്നെ 29-നുമാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത്തരം അഭിസംബോധനയും വനിതാ ബില്ലുമെല്ലാം വിവിധ രീതിയിൽ ചർച്ചയായിട്ടുണ്ടോ, ജനങ്ങളുടെ പ്രത്യേകിച്ച് വനിതകളുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ടോ എന്നെല്ലാം നമുക്ക് മെയ് 4-ന് അറിയാം. എന്തായാലും ഇത് കടുത്ത രീതിയിലുള്ള വിമർശനം തന്നെയാണ് നരേന്ദ്രമോദി ഉന്നയിച്ചിരിക്കുന്നത്. വനിതകൾക്ക് വേണ്ടി താനും അതോടൊപ്പം തന്നെ NDA അടക്കമുള്ള സഖ്യകക്ഷി NDA അടക്കം രംഗത്ത് വന്നെങ്കിൽ, വനിതാ ബില്ലുമായി മുന്നോട്ട് വന്നെങ്കിൽ അതിനെ പൂർണ്ണമായി തന്നെ തുടക്കത്തിൽ തന്നെ ഭ്രൂണഹത്യയുമായി ഉപമിച്ച് അത് തകർക്കുന്ന രീതിയിലായിരുന്നു കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ DMKയുടെയും SP-യുടെയും TMC-യുടെയും നേതാക്കൾ രംഗത്തെത്തിയത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് എല്ലാ കാലത്തും തങ്ങൾ എന്ത് കൊണ്ടുവന്നാൽ, രാജ്യത്തിന് ഉപകാരപ്പെടുന്ന എന്ത് കൊണ്ടുവന്നാലും അതിനെ എതിർക്കുന്നതാണ് കോൺഗ്രസിൻ്റെ നിലപാടെന്നും മോദി വിമർശിക്കുന്നു. 307-ാം വകുപ്പായാലും ഈ ഡിജിറ്റൽ പേയ്മെൻ്റ് ആയാലും നോട്ട് നിരോധനമായാലും 370-ാം വകുപ്പായാലും അങ്ങനെ രാജ്യത്ത് എന്തെല്ലാം മുത്തലാഖായാലും വഖഫ് ഭേദഗതി ബില്ലായാലും രാജ്യത്തിന് ഉപകാരപ്പെടുന്ന എന്ത് സംഭവം കൊണ്ടുവന്നാലും എന്ത് നീക്കങ്ങൾ കൊണ്ടുവന്നാലും കോൺഗ്രസ് എതിർക്കും. കോൺഗ്രസ് ഒരു നെഗറ്റീവ് രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു വയ്ക്കുകയാണ്. എന്തായാലും കടുത്ത വിമർശനം തന്നെയായിരുന്നു അല്പസമയം മുൻപ് മാധ്യമങ്ങളെ ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്.
ശരി, വനിതാ സംവരണ ഭേദഗതി ബില്ലിന്റെ ലോക്സഭയിലെ പരാജയത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. പ്രതിപക്ഷത്തെ അദ്ദേഹം കടന്നാക്രമിക്കുകയുണ്ടായി. ബില്ലിനെ എതിർത്ത് പ്രതിപക്ഷത്തിന് ശിക്ഷ ലഭിക്കുമെന്നും സ്ത്രീകൾ ഈ അപമാനത്തിന് മാപ്പ് നൽകില്ല, ഭ്രൂണഹത്യയാണ് കോൺഗ്രസും DMKയും തൃണമൂൽ കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾ നടത്തിയത്, ഒന്നും തട്ടിയെടുക്കാനല്ല ബില്ല് കൊണ്ടുവന്നതെന്നും സ്ത്രീകൾക്ക് എന്തെങ്കിലും നൽകാനായിരുന്നുവെന്നും ബില്ല് പാസ്സാക്കാൻ കഴിയാത്തതിൽ സ്ത്രീകളോട് മാപ്പ് ചോദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.